ഈ കൊടിമരത്തില് ഇത്രയും പൈസ ഇട്ടിട്ടുള്ള തലച്ചോറിന് പകരം തീയിട്ടുള്ള ഇത്താത്തമാരൊന്നും മുന്നിൽ വന്നാണ് നിങ്ങൾക്ക് ഷഹാദത്ത് കലിമാണ് ചൊല്ലിത്തരുന്നത്. ദീനിൽ നിങ്ങൾ പുറത്തയക്കണമെന്നാണ് പറഞ്ഞത്. മതവുമായിട്ട് ദീനുമായിട്ടും ഒരു ബന്ധമില്ലാത്ത ആള് വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഇത്രയും കാലം ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളൊക്കെ മുഴുവനും ആ ഒരു കാക്ക തൂർന്ന കൊടിമരത്തിൽ കൊണ്ടുപോയിട്ട ആളുകളോടാണ് ഷഹാദത്ത് കലിമയാണ് ചൊല്ലിത്തരുന്നത്. വാണി കൂടെ ചൊല്ലിക്കൊള്ളി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഇതാണ് എന്ത് തമ്മാടിത്തരം നിങ്ങൾ ചെയ്തു കൂട്ടുന്നത്. ഞങ്ങൾക്കും നിങ്ങൾക്കും നിങ്ങളടുത്ത് വരുന്ന സ്ത്രീകൾക്കും ഒക്കെ മനസ്സിലാവുന്ന രൂപത്തിൽ ഉസ്താദ് ഒരു മറുപടി തന്നപ്പോൾ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ അഹ്ലുബൈത്തല്ലേ എന്നുള്ളത്. അതെന്താ അഹ്ലുബൈത്തിന്റെ ഒരു നിയമം അല്ല മറ്റുള്ള സാധാരണക്കാർക്ക് മറ്റൊരു നിയമമാണോ? മോനെ, ഈ ഖുർആനും ഈ നിസ്കാരവും ഈ റസൂലും എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. പേരിന്റെ കൂടെ തങ്ങളുണ്ട് വെച്ചിട്ട് മാഞ്ഞാളം കളി നിർത്തി കളിട്ടോ. ദാർപ്പായി വലിച്ചു കെട്ടിയിട്ട് പച്ച ഷാളും കറുത്ത തൊപ്പും താടി വീട്ടി വളർത്തി മതചിഹ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആത്മീയ കച്ചവടത്തിന്റെ പേര് നടക്കുന്ന സലാത്തിന്റെ ഓൺലൈൻ മജ്ലിസിലൊക്കെ ഈ പ്രവാസികളുടെ വീട്ടിൽ നിന്നാണ് പണം ചെല്ലുന്നത്. നിങ്ങളെ മാപ്പിളയോ മകനോ ഭർത്താവോ ആങ്ങളെ നിങ്ങളെ വേണ്ടപ്പെട്ട കെട്ടിയോനോ എവിടെ നിങ്ങൾ ചോര നീരക്കണ ഈ പൈസ എന്തിനാണ് നിങ്ങൾ കൊണ്ടുപോയിട്ട് കളയുന്നത്? അവിടെ ആ കുറച്ച് ആളുകൾ ഉംറയ്ക്ക് വന്നിട്ടുണ്ട്. ഈ താത്താന്റെ സൗണ്ട് മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ താത്തമാരാണ് മുഴുവൻ സമുദായത്തിലെ മുഴുവൻ സ്ത്രീകളെയും വശീകരിച്ചിട്ട് എത്തിക്കുന്നത്. തങ്ങളെ കുറ്റം പറഞ്ഞിട്ട് ഭ്രാന്തായിട്ടുണ്ട്, തങ്ങളെ കുറ്റം പറഞ്ഞതിന് അസുഖമായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മാപ്പ് പറയാൻ വന്ന ആളുകൾ അവർ കണ്ടെന്നാണ് പറഞ്ഞത്. പൊന്നു താത്തമാരെ, നിങ്ങളത് സിറാത്ത് പാലം കടക്കൂല കേട്ടോ. നീർച്ചക്കും പൂരത്തിനും നബീസ മഞ്ഞുമല പോയപ്പോൾ പ്രസംഗിച്ചതുപോലെ, അതുപോലെ തന്നെ റീൽസിൽ പെൺകുട്ടികളെ വിമർശിക്കുന്നത് പോലെ, കൊമ്പങ്കാട് കോയൻ വിമർശിക്കുന്ന പോലെ തന്നെ ആറ്റക്കോയ തങ്ങൾക്കെതിരെ മുഴുവൻ സുന്നി മത പണ്ഡിതരും രംഗത്ത് വരും ഇൻഷാ അല്ലാഹ്.